بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ,
അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം 5 വർഷത്തോളമായി ഈ സ്ഥലം വാങ്ങിയതിന്റെ ശേഷം എല്ലാ വർഷവും 7 ദിവസം സാധാരണക്കാരായ ആളുകൾക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കുമൊക്കെ വഅദ് കേൾക്കാൻ വേണ്ടിയുള്ള വേദി സംഘടിപ്പിക്കുകയും ഇതുവരെയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വർഷം കുറെ വിഷയങ്ങൾ ആസ്പദമാക്കി സംസാരിച്ചതിന്റെ പിറകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം, നാം 7 ദിവസം അതിനെ സംബന്ധിച്ച് സംസാരിച്ചു. പിന്നീട് സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകൾ 7 ദിവസം നാം സംസാരിച്ചു. കഴിഞ്ഞ വർഷം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു പറഞ്ഞ 9 വിശേഷണങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ വർഷം സൂറത്തുൽ മുഅ്മിനൂൻ എന്ന സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ പറയുന്ന സൂറത്തുൽ മുഅ്മിനൂൻ എന്ന സൂറത്തിന്റെ ആദ്യത്തിൽ വിജയം കൈവരിച്ച ആളുകൾക്ക് അല്ലാഹു പറഞ്ഞ 7 വിശേഷണങ്ങൾ നാം സംസാരിക്കാൻ ആരംഭിച്ചു. ഇന്ന് അതിന്റെ സമാപനം ആണ്. മർക്കസു സഖാഫത്തി സുന്നിയുടെ സമ്മേളനം നേരത്തെ ഇവിടെ വില്യാപ്പള്ളി ഉസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അതിന്റെ വിപുലമായ സമ്മേളനങ്ങളും വലിയ ദിക്ർ ഹൽഖയും നടക്കുകയാണ്. അതിനെല്ലാവരും സംബന്ധിക്കണം എന്ന് ആമുഖത്തിൽ തന്നെ മർക്കസിൽ പഠിച്ച ഒരു എളിയ വിദ്യാർത്ഥി എന്ന നിലക്ക് പ്രത്യേകിച്ചും നിങ്ങളോടെല്ലാവരോടും ഉണർത്തി ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ സദസ്സിൽ ധാരാളം സാദാത്തുക്കളും ആലിമീങ്ങളും എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അർഹമുർ റഹീമിനായ റബ്ബ് ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മുടെ എല്ലാ മജ്ലിസുകളും ഇതുവരെയുള്ള എല്ലാ സദസ്സുകളും എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, സത്യവിശ്വാസികളായ ആളുകൾ നിശ്ചയം വിജയം കൈവരിച്ചു, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്ന് വിജയം കൈവരിച്ച ആളുകൾക്ക് പൂർണ്ണ സത്യവിശ്വാസിയാവുക, നിസ്കാരം ഭക്തിപൂർവ്വം നിർവഹിക്കുന്നവരാവുക എന്ന 2 വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അകന്നു നിന്ന് ജീവിക്കുന്നവരാണവർ എന്ന് പഠിപ്പിച്ചു. ശേഷം അല്ലാഹു ജല്ല ജലാലുഹു വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സകാത്ത് നിർവഹിക്കുന്നവരാണ് എന്ന് പഠിപ്പിച്ചു. അതിനുശേഷം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഗുഹ്യസ്ഥാനങ്ങൾ തെറ്റായ കാര്യങ്ങളിൽ പ്രവർത്തിച്ചു പോകാതെ വളരെയേറെ സൂക്ഷിച്ച് സംശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ്, അങ്ങനെ ചാരിത്രം നഷ്ടപ്പെടാതെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. ഈ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇതുവരെയായി നാം സംസാരിച്ചത്. അതിന്റെയൊക്കെ സീഡികൾ ലഭിക്കും. അപ്പോൾ നേരത്തെ കേൾക്കാൻ
വല്ല കാരണത്താലും സാധിക്കാത്തവർക്ക് കൂടി കേൾക്കാൻ അവസരങ്ങളുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഇന്ന് നാം സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം വിജയികളായ ആളുകൾക്ക് പറഞ്ഞ 2 വിശേഷണങ്ങൾ. ആ വിശേഷണങ്ങളെ സംബന്ധിച്ച് വളരെ ചുരുക്കി സംസാരിച്ച് ഇൻഷാ അല്ലാഹ് അല്പം ദിക്റും സലാത്തും ചൊല്ലി ദുആ നടത്തി നമ്മുടെ ഈ സദസ്സ് പിരിയും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഈ സദസ്സിലേക്ക് സംഭാവനകൾ കൊടുത്തയച്ചവരുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ദാറുൽ ഹുദ സ്ഥാപനത്തിന്റെ ചുറ്റുഭാഗത്തും മതിൽ കെട്ടാൻ ഏകദേശം ഒരു 500-ലധികം ലോഡ് കരിങ്കല്ല് വേണം, കുറെ ചെങ്കല്ല് വേണം. അത് നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞിരുന്നു. പലരും കല്ലുകൾക്ക് സംഖ്യ കൊടുത്തയച്ചവരുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ വേറെ സംഭാവനകൾ കൊടുത്തയച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ദുആ ചെയ്യും. നമ്മുടെ ഈ സദസ്സിൽ നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കുന്ന ധാരാളം നല്ല ചിന്താഗതികളുള്ള മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് സംഭാവനകൾ കൊടുത്തയച്ചവരുണ്ടോ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനെ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. വിജയം കൈവരിച്ച മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, അവർ വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവരുടെ അമാനത്തുകളെയും ഉടമ്പടികളെയും വിശ്വാസ്യതയെയും കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ഒരു വിജയിയായ മുസ്ലിം, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കരാറുകൾ ലംഘിക്കുന്നവനാകാൻ പാടില്ല. ഏതൊരു കാര്യം അമാനത്തായി ഉത്തമ വിശ്വാസപ്രകാരം നമ്മെ ആര് ഏൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം യാതൊരു ന്യൂനതയും ഇല്ലാതെ അമാനത്ത് വീട്ടാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും വലിയ അഹദും അമാനത്തും ഉള്ളത് നമ്മളും അല്ലാഹുവും തമ്മിലാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞതായി കാണും, വബിഅഹ്ദില്ലാഹി ഔഫൂ ദാലികും വസാകും ബിഹി ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ കരാറുകൾ പൂർത്തീകരിച്ച് വീടുന്നവരാകണം. അല്ലാഹു നമ്മളും തമ്മിൽ കരാറുണ്ട്. ദാലികും വസാകും ബിഹി, അത് അല്ലാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്ന കാര്യമാണ്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉൽബുദ്ധരാകാൻ വേണ്ടി. ഹദാ സിറാത്തി മുസ്തഖീമ, ഇത് എന്റെ നേരെ ചൊവ്വയുള്ള വഴിയാണ് ഈ ദീൻ. ഫത്തബിഉ, ആ ദീനിൽ നിന്ന് ഒരൽപ്പവും അകന്നു പോകാതെ ആ ദീൻ നിങ്ങൾക്ക് സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എങ്ങനെ കിട്ടിയോ ആ കിട്ടിയത് തന്നെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. വലാ തത്തബിഉസ് സുബുല, പലരും മതത്തിന്റെ പേരിൽ പല വഴികളും ചൂണ്ടിക്കാണിച്ച് ഇതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞ് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ കാണുന്ന വഴികളൊന്നും പിന്തുടരാൻ പോകരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അപ്പോൾ അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്ന, അവന്റെ സ്വർഗത്തിലെത്തിച്ചേരുന്ന വഴിയിൽ നിന്ന് നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ അല്ലാഹു അതുകൊണ്ട് നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യുന്നു. അപ്പൊ അല്ലാഹു നമ്മളും തമ്മിൽ കരാറും. പല സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ ഈ കരാറിനെ സംബന്ധിച്ച് പറയുന്നു. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, മുഅ്മിനീങ്ങളിൽ വളരെ പ്രഗൽഭരായ ചില പുരുഷന്മാരുണ്ട്.
അവർ അല്ലാഹുവിനോട് നടത്തിയ കരാറ് ശരിക്കും സത്യമായി പുലർത്തിക്കൊണ്ടുവരുന്നവരാണ്. വേറൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, നിങ്ങൾ സാധാരണ ഓതുന്ന സൂറത്താണ്, അലം അഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുകയാണ്, അലം അഹദ് ഇലൈക്കും യാ ബനീ ആദം, ഓ മനുഷ്യ സന്തതികളെ, നിങ്ങളോട് നമ്മൾ കരാറാക്കിയതല്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ അനുസരിച്ചും ആരാധിച്ചും ജീവിക്കരുത്, നിങ്ങൾ പിശാചിനെ പൂജിച്ച് ജീവിക്കരുത്, പിശാചിനെ അനുസരിച്ച് ജീവിക്കരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, പിശാച് നിങ്ങൾക്ക് കഠിന ശത്രുവാണ്, വ്യക്തമായ ശത്രുതയുള്ളവനാണ്. വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ എനിക്ക് ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കണേ, ഇതാണ് ശരിയായ നേരെ ചൊവ്വയുള്ള വഴി. അപ്പൊ സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയാം ഇസ്ലാം കാര്യങ്ങൾ 5 ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവും, സക്കാത്തും കഴിഞ്ഞാൽ നോമ്പും ഹജ്ജുമുണ്ട്. നമ്മളിപ്പോൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനയിലെ ആയത്തുകൾ പറയുമ്പോൾ വിജയിച്ചവരുടെ ലക്ഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കാണുന്നില്ല, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കാണുന്നില്ല. അതെന്തേ? അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയാതിരുന്നത്? അതിനെ സംബന്ധിച്ച് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അത് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ എന്ന് അല്ലാഹു പറഞ്ഞതിൽ ഉൾപ്പെടാത്ത ഒരു ഇസ്ലാമികമായ കർമ്മവുമില്ല. അതിൽ ഉൾപ്പെടാത്ത വർജിക്കപ്പെടേണ്ട വിഷയങ്ങളായി അല്ലാഹു പഠിപ്പിച്ച മുഴുവൻ വിഷയങ്ങളും വർജിക്കണമെന്നതും, എടുക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ച എല്ലാ വിഷയങ്ങളും എടുക്കണമെന്നതും ഉൾക്കൊള്ളിക്കുന്ന ആയത്താണ് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. അല്ലാഹു ജല്ല ജലാലുഹു ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതിന് ശേഷം ആ മനുഷ്യനോട് നിങ്ങൾക്ക് വേണ്ടിയാണിത് മുഴുവനും സൃഷ്ടിച്ചതെന്ന് പഠിപ്പിച്ചതിന് ശേഷം ആ റബ്ബ് തന്നെ മനുഷ്യരോട് പറഞ്ഞതാണല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ അനുസരിച്ചും എന്നെ ഇബാദത്ത് ചെയ്തും എനിക്ക് ആരാധിച്ചും ജീവിക്കാൻ വേണ്ടിയല്ലാതെ ഇതാ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരാ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവുമായി ഒരു ബിസിനസ് നടത്തിയിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവുമായി ഒരു കച്ചവടം നടത്തിയിട്ടുണ്ട്. ആ കച്ചവടത്തിന് അല്ലാഹു നിങ്ങൾക്ക് പകരം തരുന്നത് അത് സ്വർഗമാണ്. നിങ്ങളിൽ നിന്ന് അല്ലാഹു വിലക്ക് വാങ്ങുന്നത് എന്താണ്? അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങളുടെ ശരീരങ്ങളും സമ്പത്തുകളും അല്ലാഹു നിങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ശരീരം, അവൻ സൃഷ്ടിച്ചതാണ് ശരീരം, അവൻ തന്നതാണ് സമ്പത്തുകൾ. ആകയാൽ അല്ലാഹുവിന്റെ ഉടമസ്ഥതയിൽ അവൻ തന്നതല്ലാതെ നമ്മുടെ അധികാരത്തിലോ നമ്മുടെ കൈവശത്തിലോ സ്വന്തമായി നമ്മുടേതൊന്നുമില്ലെന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ കണ്ടില്ലാത്ത ധാരാളം മനുഷ്യരെ നാം കാണുന്നു. ബാപ്പയും ഉമ്മയും വലിയ പ്രഗത്ഭരായതുകൊണ്ട്
സ്വന്തം മക്കൾക്ക് കണ്ണുണ്ടാക്കി കൊടുക്കാൻ ബാപ്പക്കും ഉമ്മക്കും കഴിയുന്നില്ല. ബാപ്പയും ഉമ്മയും വലിയ പ്രഗത്ഭനായതുകൊണ്ട് മന്ദബുദ്ധിയോടെ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ബുദ്ധിയിൽ പുരോഗതിയുണ്ടാക്കാൻ പലപ്പോഴും ബാപ്പക്കും ഉമ്മക്കും കഴിയുന്നില്ല. അതുപോലെ കേൾവിയില്ലാത്തൊരു കുട്ടി, ശാരീരിക ശേഷിയില്ലാത്തൊരു കുട്ടി, അത് പരിഹരിക്കാൻ പണത്തിന്റെ പവർ കൊണ്ട് സാധിക്കുന്നില്ല, അധികാരത്തിന്റെ പവർ കൊണ്ട് കഴിയുന്നില്ല. എന്തിനധികം പറയണം സഹോദരന്മാരെ, വലിയ പടുകൂറ്റൻ മുതലാളിയാണെങ്കിലും ആ മുതലാളിക്ക് ഒരു കുട്ടിയും ജനിക്കാതിരിക്കുമ്പോ ലോകത്തുള്ള മുഴുവൻ ഡോക്ടർമാരും പരിശ്രമിച്ചാലും ഒരു കുട്ടിയെ നേടിക്കൊടുക്കാൻ ഒരു ഡോക്ടർക്കും സാധിക്കുന്നില്ല. അല്ലാഹു കൊടുത്താൽ മക്കളെ ലഭിച്ചു, അല്ലാഹു നൽകിയാൽ ആരോഗ്യം ലഭിച്ചു, അല്ലാഹു നൽകിയാൽ കാഴ്ചയും കേൾവിയും ലഭിച്ചു, അല്ലാഹു നൽകിയാൽ ബുദ്ധിയും വികാസവും ലഭിച്ചു. അങ്ങനെ നിങ്ങൾക്ക് കാണാം, ധാരാളം പഠിച്ചുയർന്ന വലിയ പഠനം നടത്തിയ പലരും ഒരു ജോലിയുമില്ലാതെ അവസാനം ഞെരിഞ്ഞ് യാചിച്ച് ജീവിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ നമ്മൾ കാണുന്നു ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത മനുഷ്യൻ, അദ്ദേഹം അതാ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറുന്നു. വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യന് യാതൊന്നും സമ്പാദിക്കാൻ കഴിയാതെ അവൻ പാപ്പരായി ജീവിക്കുന്നു. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത മനുഷ്യൻ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറുന്നു. നമ്മൾ കാണുകയാണ്, അധികാരം അല്ലാഹുവിന് മാത്രം, അവൻ കൊടുക്കുന്നതേ ലഭിക്കൂ, അവൻ തടഞ്ഞത് നേടിക്കൊടുക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല, നീ കൊടുത്തത് തടയുന്നവനില്ല. റബ്ബേ, നിന്റെ തീരുമാനം മാറ്റിമറിക്കുന്നവനില്ല. നിന്റെ മുന്നിൽ പണത്തിന്റെ പവർ കൊണ്ടോ മറ്റോ ഒന്നും നേടാനും കഴിയില്ല. സർവ അധികാരങ്ങളുമുള്ളവൻ അല്ലാഹു മാത്രം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. ആ റബ്ബ് കൊടുക്കുന്ന അധികാരത്തിന്റെ മേലെ ഒരാൾക്കും ഒരധികാരവുമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തന്നതാണ് ശരീരങ്ങൾ, അവൻ തന്നതാണ് സമ്പത്തുകൾ. പക്ഷേ അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവ്, അടിമകളോട് വല്ലാത്ത കാരുണ്യമുള്ള രാജാവ്. അതുകൊണ്ട് തന്നെ അവൻ പറയുകയാണ്, നിങ്ങളെ ശരീരം കൊണ്ട് നിങ്ങൾ എനിക്ക് നൽകുന്ന ഇബാദത്തുകൾ, നിങ്ങളെ സമ്പത്തുകൾ, നിങ്ങൾ എന്റെ ദീനിന് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ കൽപ്പിച്ച വിഷയങ്ങൾ, നിങ്ങളെ സമ്പത്തുകൾ, നിങ്ങൾ അതാ സമർപ്പിക്കുന്ന വിഷയങ്ങൾ, അതൊന്നും ഞാൻ വെറുതെ ചോദിക്കുന്നില്ല. നിങ്ങൾക്കതിന് ഞാൻ പകരം വില തരും. വെറുതെ ഞാൻ നിങ്ങളോട് നിങ്ങളെ സമ്പത്ത് ചോദിക്കുന്നില്ല. ഞാൻ തന്നത് തന്നെ, പക്ഷേ ഞാനത് വെറുതെ ചോദിക്കുന്നില്ല. ഞാൻ തന്നത് തന്നെ നിങ്ങളെ ശരീരം, പക്ഷേ ഞാനത് വെറുതെ ചോദിക്കുന്നില്ല. ഇന്നല്ലാഹസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങളെ ശരീരവും മനസ്സും ആത്മാവും നിങ്ങളെ സമ്പത്തുകളും എനിക്ക് സമർപ്പിച്ച് നിങ്ങളെ ജീവിതം തഖ്വയോടെയായാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരും. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്ന അതിനുള്ള വിലയാണത്. അത് തരുമെന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും തമ്മിൽ കച്ചവടം നടന്നിട്ടുണ്ട്. ആ കച്ചവടം പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കാത്തവൻ അതാ അല്ലാഹുവിന്റെ അമാനത്ത് വീട്ടാത്തവനാണ്, അവനുമായുള്ള കരാറ് ലംഘിക്കുന്നവനാണ്. ഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും. നിങ്ങളെ കരാറ് നിങ്ങൾ വീട്ടുക, എന്റെ കരാറ് ഞാനും വീട്ടുമെന്ന് അല്ലാഹു പറയുന്നു. നിങ്ങൾക്ക് സ്വർഗം തരും, നിങ്ങൾക്ക് ഭൂമിയിൽ ഇസ്സത്ത് തരും. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് തരും. നിങ്ങൾക്ക് ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, സന്തോഷകരമായ ജീവിതം തരും.
അതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശരീരവും സമ്പത്തും എനിക്ക് സമർപ്പിക്കണം. ഇത് സമർപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ച മുഅ്മിൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിസ്കാരത്തിൽ പോയി നിന്ന് പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ശരീരം പൂർണ്ണമായി ആകാശഭൂമികൾ സൃഷ്ടിച്ച റബ്ബിലേക്ക് ഞാൻ തിരിച്ചു. എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ നിസ്കാരവും, എന്റെ സർവ്വ ഇബാദത്തുകളും, എന്റെ ഹജ്ജുകളും ഉംറകളും അറവുകളും, എന്റെ എല്ലാ വിഷയങ്ങളും, എന്തിനധികം പറയണം, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും സർവസസ്യങ്ങളെയും മത്സ്യങ്ങളെയും ഉറുമ്പ് മുതൽ ആന വരെ, പരലുകൾ മുതൽ തിമിംഗലങ്ങൾ വരെ, ലോകത്ത് എന്തെല്ലാം ജീവികളുണ്ടോ, എന്തെല്ലാം വസ്തുക്കളുണ്ടോ, ഏതെല്ലാം മലക്കുകളുണ്ടോ, ഏതെല്ലാം ജിന്നുകളുണ്ടോ, ഏതെല്ലാം ശക്തികളുണ്ടോ, എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നൊരു നാഥനില്ലേ? അവൻ ആരുടെയും ആവശ്യമില്ല, അവനിലേക്ക് എല്ലാവരും ആവശ്യമുള്ളവരാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, എന്റെ മരണവും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇനി എനിക്ക് സ്വന്തമായി തീരുമാനമില്ല, സ്വന്തമായി എനിക്കൊന്നും തന്നെ പറയാനില്ല, സ്വന്തമായി എനിക്കൊന്നുമില്ല. ഞാൻ മുഴുവനും ആ റബ്ബിന് സമർപ്പിച്ചിരിക്കുന്നു. ഇത് നിസ്കാരത്തിൽ പറയുന്നവരാണ് നാം. ആ പറയുന്ന കരാർ നമ്മൾ പാലിക്കുന്നുണ്ടോ? അല്ലാഹുമായുള്ള കരാർ നമ്മൾ പാലിക്കുന്നുണ്ടോ? വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അല്ലാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കുക, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിക്കുക. എന്റെ ചെറുപ്പക്കാരെ, കുടിക്കാൻ അല്ലാഹു ഇളനീർ തന്നില്ലേ? അതുപോലെ നല്ല നല്ല ധാരാളം പഴങ്ങളുടെ ജ്യൂസ് തന്നില്ലേ? നല്ല 1-ാം നമ്പർ പച്ചവെള്ളം തന്നില്ലേ? അല്ലാഹു നമുക്ക് പാല് തന്നില്ലേ? തേന് തന്നില്ലേ? പലതും പലതും തന്നില്ലേ? ഒരു സാധനവും വയറ്റിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കൊടുത്തയച്ചവരില്ലേ? ചോദിക്കട്ടെ, നമുക്ക് കുടിക്കാൻ അല്ലാഹു വെള്ളം തന്നില്ലേ? പാനീയങ്ങൾ മുഴുവനും തന്നിട്ട് ആരോഗ്യവും തന്നില്ലേ? ക്ലാസ് ഭക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് തന്നില്ലേ? അത് മാനമായി കഴിക്കാൻ അവസരം തന്നില്ലേ? ചെറുപ്പക്കാരെ, മാനസിക രോഗികളായ പലരും ഹോട്ടലിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എറിഞ്ഞ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകളിൽ നിന്ന് തുടച്ചെടുത്ത് തിന്ന് ജീവിക്കുന്നവരില്ലേ? കുടിക്കാൻ ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ, അതാ വെള്ളം കുടിച്ചാൽ ഇറങ്ങേണ്ടുന്ന കുഴലുകൾക്ക്, കൊടലുകൾക്ക് ക്യാൻസർ പിടിച്ച് വെള്ളം കുടിക്കാൻ കഴിയാത്തവരില്ലേ? സുബ്ഹാനല്ലാഹ്, ഭക്ഷണം തിന്നാൻ കഴിയാത്ത മുതലാളിമാരില്ലേ? ഈ രൂപത്തിലൊന്നുമാക്കാതെ സർവ്വ ആരോഗ്യവും സർവ്വ സന്തോഷവും തന്ന റബ്ബ് നമ്മളോട് പറയുന്നു, നിങ്ങളെ ശരീരത്തിന് കേടുവരുന്ന, നിങ്ങളെ ബുദ്ധിക്ക് തകരാറ് വരുന്ന മദ്യം നിങ്ങൾ മോന്തല്ലേ ചെറുപ്പക്കാരാ, കള്ള് നിങ്ങൾ കുടിക്കല്ലേ ചെറുപ്പക്കാരാ, നിങ്ങൾ അതാ ബ്രാൻഡി കുടിക്കല്ലേ, വിസ്കി കുടിക്കല്ലേ, നിങ്ങൾ ലഹരിയുള്ളതൊന്നും തന്നെ ഉപയോഗിക്കല്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ ആ റബ്ബുമായുള്ള കരാറ് പാലിക്കണ്ടേ ചെറുപ്പക്കാരെ? ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കണ്ടേ ചെറുപ്പക്കാരെ? അവനല്ലേ നമുക്ക് വെള്ളം തന്നത്, അവനല്ലേ നമുക്ക് ഭക്ഷണം തന്നത്, അവനല്ലേ നമുക്ക് ആരോഗ്യം തന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലാഹ് ഹറാമാക്കിയതെന്റെ വയറ്റിലേക്ക് ഞാൻ കുടിക്കുകയില്ല എന്ന് തീരുമാനിക്കേണ്ടതില്ലേ? അല്ലാഹു തന്ന കണ്ണും കാതും നാവും, അല്ലാഹു തന്ന അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം ഞാൻ ചെലവഴിക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞയെടുത്ത് അതനുസരിച്ച് ജീവിക്കേണ്ടതില്ലേ?
ഒരു 5 നേരം എല്ലാം തന്ന രാജാവിന്റെ മുന്നിൽ നമ്മുടെ ശരീരം കൊണ്ടുപോയി സമർപ്പിക്കേണ്ടതില്ലേ? പരിശുദ്ധ ഖുർആൻ അതിന് ശേഷം പറഞ്ഞത് അതാണ്. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. അത് ഏറ്റവും ഗൗരവമുള്ള കാര്യമായതുകൊണ്ട്, നിസ്കാരം ഏറ്റവും മഹത്തരമായതുകൊണ്ട്, ഈ ലക്ഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് ആദ്യത്തിൽ അല്ലാഹു തആല നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താതെ അവസാനം ഒന്നുകൂടി പറയുകയാണ്, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. നിസ്കരിക്കുമ്പോൾ തന്നെ ഭക്തിപൂർവ്വം നിസ്കരിക്കുന്ന നിസ്കാരക്കാരായതിന്റെ പുറമെ അതിന്റെ സമയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, ഖളാ ആയി പോകാതെ, മുറപ്രകാരം ശരിക്കും നിസ്കാരം സൂക്ഷിച്ച് നിസ്കരിക്കുന്നവരാണവർ. ഈ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതില്ലേ? അല്ലാഹു ജല്ല ജലാലുഹു നമ്മൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നിട്ട് 1 മാസം നിങ്ങൾ എനിക്ക് വേണ്ടി പകല് സമയത്ത് ഭക്ഷണം കൈയൊഴിക്കണം, വെള്ളം കൈയൊഴിക്കണം, നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയുമ്പോൾ റബ്ബിന് വേണ്ടി ഒരല്പസമയം നമ്മളതിന് തയ്യാറാകേണ്ടതില്ലേ? ആ റബ്ബ് നമുക്ക് പണവും ആരോഗ്യവും തന്നിട്ട് ഞാനിതാ മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകളെ പറഞ്ഞേച്ചിട്ട് മനുഷ്യനൊരു കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഇബാദത്തിന്റെ കേന്ദ്രമാണ് അത്. ലോകത്തെ ഏറ്റവും മഹത്തായ പള്ളിയാണ്. ആ പള്ളിയാണ് കഅബ ശരീഫ്. ആ പള്ളിയുടെ സമീപത്തേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് വരണം. കഴിവുണ്ടോ? ശാരീരികമായും സാമ്പത്തികമായും വരാനുള്ള വഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ നിങ്ങൾക്ക് വരാൻ കഴിവുണ്ടോ? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. നിങ്ങൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി എന്റെ കഅബത്തിനടുക്കൽ വരണം. സുബ്ഹാനല്ലാഹ്. റബ്ബുമായുള്ള കരാറുകൾ പാലിക്കാൻ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ തയ്യാറാകണം. കള്ളം പറയാതെ, വഞ്ചന നടത്താതെ, വാക്കിലംഘിക്കാതെ, ആരെയും ചതിക്കാതെ നമ്മൾ ജീവിതം നയിക്കണം. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. അമാനത്തുകളും അഹദുകളും സൂക്ഷിച്ച് ജീവിക്കുന്നവരെന്ന് ഖുർആൻ പറയുമ്പോൾ അള്ളയുമായുള്ള കരാറ് മാത്രമല്ല, സൃഷ്ടികളുമായുള്ള കരാറിനും വലിയ വില കൽപ്പിക്കണം. ഇദാ ളുയ്യഅത്തിൽ അമാനതു ഫന്തളിരി സഅ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖിയാമത്ത് നിങ്ങൾ കാത്തിരിക്കണം. എപ്പോൾ? വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത്, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു യുഗം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സ്വന്തം കടയിൽ വളരെ വിശ്വസിച്ച്, വളരെ ആഗ്രഹത്തോടുകൂടെ സ്വന്തം കടയിലേക്ക് വിസയും കൊടുത്തിട്ട് കൊണ്ടുവന്നത് സ്വന്തം അളിയനെയാണ്, അല്ലെങ്കിൽ ജേഷ്ഠാനുജന്മാരിൽപ്പെട്ടവനെയാണ്, അല്ലെങ്കിൽ ബാപ്പന്റെ ചേട്ടനെയോ അനുജനെയോ അമ്മാമനെയോ ആണ്, അല്ലെങ്കിൽ പെങ്ങളുടെ മകനെയാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടുകാരനെയാണ്. കടയിലേക്ക് കൊണ്ടുവന്ന് കടയിൽ നിർത്തി അവിടെ വളരെ സന്തോഷത്തോടെ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കുറഞ്ഞ ദിവസത്തേക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി അതാ വന്നു. തിരിച്ചു ചെല്ലുമ്പോഴേക്ക് കട ഈ മനുഷ്യൻ സ്വന്തം കടയാക്കി മാറ്റിയിരിക്കുന്നു. കഫീലിനെ ഇവൻ കൈവശപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വാടക ഞാൻ തരാമെന്ന് കഫീലിനോട് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ പാവപ്പെട്ട മനുഷ്യൻ ഉപകാരം ചെയ്തിട്ട് കിട്ടിയതോ ഉള്ളത് മുഴുവനും ഇവൻ തട്ടിയെടുത്തിരിക്കുന്നു. എത്ര ജനങ്ങളാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയാറുള്ളത് സഹോദരന്മാര്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകം. ഇതുപോലെ സഹോദര വളരെ വിനയത്തോടെ വന്ന് കടം ചോദിക്കുന്നു. ആ കടം ചോദിച്ചപ്പോ അദ്ദേഹം വളരെ കുടുങ്ങിയതല്ലേ എന്ന നിലക്ക് കടം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. കടം വാങ്ങി സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. അവധി എത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല. അദ്ദേഹത്തോട് അതാ ആവശ്യം വന്നപ്പോ കടസംഖ്യയൊന്ന് തിരിച്ചു ചോദിച്ചുപോയി. അപ്പോഴേക്ക് പിന്നെ ഇയാൾ പറയാൻ തുടങ്ങി, ഞാനെന്താ പോകുന്നുണ്ടോ? ഞാനിവിടെ ഇല്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ? അയാൾ എന്നോട് ചോദിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അയാൾ തന്നു കളഞ്ഞു എന്ന് കംപ്ലൈന്റ് ഇല്ല. പിന്നെ അയാൾ കടം തന്നപ്പോ ഇയാൾ എനിക്ക് കടം തന്നു കളഞ്ഞു എന്ന് കംപ്ലൈന്റ് ഇല്ല. അയാൾ എന്നോട് കടം തിരിച്ചു ചോദിച്ചു കളഞ്ഞു. ഭയങ്കര കംപ്ലൈന്റ് ആയിപ്പോയി. ഇത്രയും നന്ദിയില്ലാത്തൊരു ലോകം, ഇത്രയും വിശ്വാസ്യതയില്ലാത്തൊരു ലോകം. ഒരു ഉസ്താദിന്റെ മുന്നിൽ പോയി കിതാബ് ഓതി പഠിക്കുന്നു.
അതേ സ്ഥാപനത്തിൽ ആ ഉസ്താദ് കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് ഓടി നടന്ന് പട്ടിണി കിടന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ക്യൂ നിന്ന്, സുബ്ഹാനല്ലാഹ്, വിദേശത്ത് പോകുന്നവർക്കറിയില്ലേ യാത്രയുടെ പ്രയാസങ്ങൾ. സ്വന്തം കുട്ടികളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയുമൊക്കെ നാട്ടിൽ നിർത്തിയിട്ട് അതാ പോയി. ഒരു നയാകാശം സ്വന്തം സമ്പാദിക്കാനല്ല, മറിച്ച് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, പഠിക്കുന്ന യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ കരുതിയിട്ട് കഠിനാധ്വാനം ചെയ്ത് ഏതെല്ലാമോ ആളുകളുടെ മുഖത്ത് നോക്കി ഒരുപാട് പ്രാവശ്യം കറങ്ങി പിരിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, പോറ്റി വളർത്തി, ബിരുദമെടുത്തു. ഇറങ്ങി പുറത്തു വന്നതിന് ശേഷം സ്വന്തം ഉസ്താദിന് തെറി, സ്വന്തം ഉസ്താദിന് ചീത്ത, സ്വന്തം പഠിച്ച സ്ഥാപനത്തെ അവമതിച്ച് സംസാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ളുയ്യഅത്തിൽ അമാനതു ഫന്തളിരി സഅ, വിശ്വാസ്യത പാഴാക്കപ്പെടുന്ന കാലം വന്നാൽ ഫന്തളിരി സഅ, നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കണേ. സുബ്ഹാനല്ലാഹ്, നല്ല ഒരു മധ്യസ്ഥനാണെന്ന് മനസ്സിലാക്കി ഒരു വിഷയം മധ്യസ്ഥൻ പറയാൻ വേണ്ടി ഒന്നുകിൽ ഒരു പണ്ഡിതനെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഒരാളെ ഏൽപ്പിച്ചു. രണ്ട് കക്ഷികളുടെയും ആളായിട്ട് വിഷയം അദ്ദേഹം ഏറ്റെടുത്തു. ഏറ്റെടുത്തതിന് ശേഷം ഒരു കക്ഷി പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിന് അതാ നല്ല ഒരു കാഴ്ച വസ്തു അങ്ങ് കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ അതാ ഒരു നല്ല പണത്തിന്റെ കെട്ടങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞു. പിന്നെയോ മധ്യസ്ഥ ദിവസം വന്നപ്പോ, അല്ലെങ്കിൽ ജട്ടാനുജന്മാര് തമ്മിൽ സ്വത്ത് ഭാഗിക്കുന്ന ദിവസം വന്നപ്പോ ആരിൽ നിന്നാണോ കാര്യം കിട്ടിയത് ആ കാര്യം കിട്ടിയവന്റെ പക്ഷം നിന്നുകൊണ്ട് അതാ മധ്യസ്ഥൻ സംസാരിക്കുന്ന കാലം, നേതാക്കന്മാര് പക്ഷം പിടിക്കുന്ന കാലം. ഇദാ ളുയ്യത്തിൽ അമാനതു ഫന്തളിരി സഅ, ഹഖും ബാത്തിലും നോക്കാതെ, ശരിയും തെറ്റും നോക്കാതെ ദീനീ പ്രവർത്തനം നടത്തുന്ന കാലം. സുബ്ഹാനല്ലാഹ്, വഅദിന് വരാമെന്നേറ്റ മുസ്ലിയാര് വഅദിന് വരാമെന്നേറ്റു. അന്നത്തെ ദിവസം ജനങ്ങൾ അതാ ധാരാളം വണ്ടിയും വാഹനവുമായി വന്നു. ഒട്ടാകെ നോട്ടീസും പത്രത്തിലുമൊക്കെ കൊടുത്തു. വഅദിന് വരുമെന്ന നിലയ്ക്ക് ജനങ്ങളൊക്കെ വന്നു. പക്ഷേ മുസ്ലിയാര് മാത്രം വന്നില്ല. വാക്ക് ലംഘിച്ചുകൊണ്ട് അന്നത്തെ വഅദ് മുസ്ലിയാര് വീട്ടിൽ നിന്ന് നടത്തി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എന്ത് സാധനങ്ങളും പുഴുത്താൽ ഉപ്പിട്ട് നന്നാക്കാം, ഉപ്പ് തന്നെ പുഴുത്താൽ എന്ത് ചെയ്യും എന്ന് റസാനത്ത് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, എന്തൊരു കാലഘട്ടമാണിത്. മറ്റൊന്നോ, ഉസ്താദേ ഒരു വഅദിന് വേണ്ടി നിങ്ങൾ ഡേറ്റ് തരണം, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഡേറ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഉടനെ തന്നെ പോയിട്ട് നോട്ടീസിൽ ഉസ്താദിന്റെ പേരങ്ങ് കൊടുത്തു. ഉസ്താദ് വന്നില്ലെങ്കിലും ആളുകൾ വരട്ടെ എന്നാണ് സംഘാടകരിൽ ചിലർ ചെയ്യുന്ന വഞ്ചന. ഉസ്താദ് വന്നില്ലെങ്കിലും, ഉസ്താദ് ഡേറ്റ് തന്നില്ലെങ്കിലും ഉസ്താദിന്റെ പേര് നമ്മൾ നോട്ടീസിലങ്ങ് കൊടുത്താൽ കുറെ ആള് വരുമല്ലോ. ആള് വരാൻ വേണ്ടി നോട്ടീസിലങ്ങ് കൊടുത്തു. നോട്ടീസിൽ കൊടുത്തത് അറിഞ്ഞ ഉസ്താദ്, അതെന്തേ നിങ്ങളെങ്ങനെ കൊടുക്കാൻ കാരണം? ഉസ്താദ് കിട്ടൂന്ന് വിചാരിച്ച് അച്ചടിച്ചു പോയതാണ്. വഅദിന്റെ ദിവസം വന്നു. അതിന്റെ തലേ ദിവസം നോക്കുമ്പോ പത്രത്തിൽ പരസ്യം, 2 ആഴ്ച മുമ്പ് ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഉസ്താദിന്റെ പേര് അതാ 2 ദിവസം മുമ്പ് പത്രത്തിൽ പങ്കെടുക്കുമെന്ന് പിന്നെയും അറിഞ്ഞുകൊണ്ട് തന്നെ സംഘാടകർ പത്രത്തിൽ പച്ചക്കള്ളം കൊടുക്കുന്നു. ഇതെന്ത് ദീനീ പ്രവർത്തനമാണ്? ഓ മനുഷ്യ, ഇത്രയും അമാനത്തില്ലാതെ പോയൊരു ലോകം. അല്ലാഹു മാത്രമേ ഹിദായത്ത് കൊടുക്കുന്നവനുള്ളൂ. അല്ല മാത്രമേ മനുഷ്യനെ നന്നാക്കുന്നവനുള്ളൂ. അല്ല മാത്രമേ ഏത് കാര്യം വിജയിപ്പിക്കുന്നവനുള്ളൂ. അല്ല മാത്രമേ പരാജയപ്പെടുത്തുന്നവനുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി കാര്യം ചെയ്യുന്നതിന് പകരം ഒക്കെ ഭൗതികമായ താല്പര്യങ്ങളും ഭൗതികമായ രൂപങ്ങളും ജീവിതത്തിൽ അതാ സംഘടനാ രംഗത്ത് വരെ മതപ്രവർത്തന രംഗത്ത് വരെ നടത്തുന്ന കാലം. കമ്മിറ്റിയുടെ പിരിവെടുത്ത കാശ്, സുബ്ഹാനല്ലാഹ്, സെക്രട്ടറി യോഗം വിളിക്കുന്നില്ല, ഖജാൻജീനെ തീരെ കാണുന്നില്ല. പ്രസിഡന്റിനോട് ചോദിക്കുമ്പോ അതിന്റെ സെക്രട്ടറി യോഗം വിളിക്കാത്തെന്ന് ഇയാളും പറയുന്നു. നാട്ടിൽ മുഴുവനും കുഴപ്പം. എന്താ കാരണം കമ്മിറ്റിയിൽ കണക്ക് ബോധിപ്പിക്കാൻ സെക്രട്ടറി തയ്യാറില്ല. പിന്നെയോ കീശയിൽ കാശായവൻ പിന്നെ അത് മുമ്പിൽ വെക്കാനും തയ്യാറില്ല.
ആകയാൽ ദീനീ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് അവനവന്റെ കീശയിലേക്ക് കാശ് കൊണ്ടുപോകാൻ വേണ്ടി ഒരു മടിയുമില്ലാത്ത കാലം. പാവപ്പെട്ട ഒരു മനുഷ്യനെയും കൂട്ടി ദുബായിലൂടെ, ഖത്തറിലൂടെ, അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൂടെ ഒരു പാവപ്പെട്ടവന്റെ മകളുടെ വിവാഹാവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹാർട്ടിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, കിഡ്നിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യനെയും കൂട്ടിയിട്ട് എല്ലാവരോട് കയറി പിരിവെടുത്തു. അവസാനം നിങ്ങളങ്ങ് മുന്നിൽ പോയിക്കോളൂ, ഞാനങ്ങ് അയച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ അത് ഇതുവരെയും അയച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെ പിരിവെടുക്കാൻ കൂടെ നടക്കുന്ന തട്ടിപ്പുകാരെത്ര? ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, ഏത് രംഗത്ത് നോക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അമാനത്ത് പോയതായിട്ടല്ലേ പല ഭാഗത്തും കണ്ടുവരുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കടുകടുത്ത ചൂടിൽ മരുഭൂമിയിൽ നിന്ന് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അതാ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം വിയർത്തിങ്ങനെ ഒലിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാശയക്കണം. എന്തിനാ കാശയക്കുന്നത്? കാശയക്കുന്നത് നമ്മളെ വീട്ടിന്റെ പണി നടക്കുന്നുണ്ട്, എന്റെ മക്കളും അതുപോലെ എന്റെ ഭാര്യയും ചൂട്, കടുത്ത ചൂട്, ആ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടിപ്പോകരുത്. അതുകൊണ്ട് മറ്റന്നാൾ കോൺക്രീറ്റ് ആണ്, അതിന്റെ മുമ്പ് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റിന്റെ ചുവടെ കുറച്ച് ഓട് പാകണം. അതിന്റെ ഓട്ടിന്റെ പൈസ കൊടുക്കാൻ ഇന്ന് തന്നെ പൈസ എവിടെ എത്തണം, ആർക്കെത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി ഈ ചൂടെടുത്ത് ജോലിയെടുക്കുന്ന മനുഷ്യൻ മരുഭൂമിയിലൂടെ നടക്കുന്ന സങ്കടം. പക്ഷേ എന്റെ ഭാര്യ ചൂട് കൊള്ളരുതെന്നാണ് അവന്റെ ഉദ്ദേശം, എന്റെ മക്കൾക്ക് ചൂട് വരരുതെന്നാണ് ഉദ്ദേശം. പക്ഷേ ആ വീട്ടിൽ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷനെ കയറ്റുന്ന ഉമ്മമാർ, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് സദാ അന്യ ചെറുപ്പക്കാരെ സ്വകാര്യത്തിൽ അതാ വിളിച്ചു വരുത്തുന്നവർ, അന്യപുരുഷന്മാര് വിളിച്ചാൽ അവരോട് അവരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിച്ച് അവർക്ക് അവസരം കൊടുക്കുന്നവർ, അവരുമായി ഭർത്താവ് ഇഷ്ടപ്പെടാത്ത വാക്ക് പറയുന്നവർ, ഭർത്താവ് ഇഷ്ടപ്പെട്ടാൽ ഭർത്താവ് ഒരിക്കലും അംഗീകരിക്കാത്ത ചലനം നടത്തുന്നവർ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്രയും കഠിനാധ്വാനം ചെയ്ത് നാടും വീടും വിട്ടുപോയ ഭർത്താവിനെ വഞ്ചിക്കുന്ന, വല്ലാത്ത വഞ്ചന നടത്തുന്ന ഭാര്യമാർ, ചിലപ്പോൾ 3-4 മക്കളായതിനു ശേഷം ആ മക്കളെയും വിട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ഒരു പുതിയ ഓഫർ എന്ന് പറയുമ്പോ, എന്തെങ്കിലും ഒന്ന് ആകർഷിപ്പിച്ച് സംസാരിക്കുമ്പോ അവന്റെ പിന്നാലെ മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ഭാര്യമാർ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകമാണിത്! വളരെ കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ ബാപ്പയും ഉമ്മയും എന്റെ മകൾക്കൊരു നല്ല വിവാഹം നടക്കണമെന്ന് ആലോചിച്ച് പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ബാപ്പയോടും ഉമ്മയോടും ചോദിക്കാതെ കാണുന്ന പുരുഷന്റെ പിന്നാലെ ഇറങ്ങി നടക്കുന്ന പെൺകുട്ടികൾ. സുബ്ഹാനല്ലാഹ്, എന്റെ മകനെ വളരെ ഭംഗിയിൽ എനിക്ക് ജീവിതം കാണണമെന്ന് ആശിച്ച ബാപ്പ, ആ ബാപ്പ ഒരു കല്യാണം കഴിപ്പിക്കാൻ ആശിച്ച് ഇങ്ങനെ ഉള്ളിലൂടെ അന്വേഷണം നടത്തുമ്പോ സ്വന്തം ബാപ്പയോടൊരു സമ്മതമെടുക്കാതെ, ഉമ്മയോടൊരു സമ്മതമെടുക്കാതെ, മൂത്തവരോടൊന്നും ചോദിക്കാതെ, അമ്മാമന്റെ സമ്മതമില്ലാതെ, ഉപ്പാന്റെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഉപ്പാപ്പയുടെയും ഉമ്മാമയുടെയും സമ്മതമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് കല്യാണം അന്വേഷിച്ച് പെണ്ണിനെയും കണ്ട് തിരിച്ചു വന്നിട്ട് അതല്ലാത്ത മറ്റൊന്നും എന്നോട് മിണ്ടാൻ പാടില്ലെന്ന് വന്ന് പറയുന്ന ചെറുപ്പക്കാർ. സുബ്ഹാനല്ലാഹ്, കുടുംബം തകർന്നാലും പ്രശ്നമില്ല, ബാപ്പ ദുഃഖിച്ചാലും പ്രശ്നമില്ല, ഉമ്മ കരഞ്ഞാലും പ്രശ്നമില്ല, പെങ്ങളെ ഭർത്താവ് വിട്ടാലും പ്രശ്നമില്ല. ഇങ്ങനെ സാമൂഹ്യ രംഗത്തും കുടുംബരംഗത്തും ഒരു ബോധവുമില്ലാതെ ജീവിക്കുന്ന ചെറുപ്പക്കാർ. ഈ ബാപ്പ ഇതുവരെ പോറ്റി വളർത്തിയതും, ഇതുവരെ മരുന്ന് വാങ്ങിച്ചു കൊടുത്തതും, ഇതുവരെ ആശുപത്രിയിൽ പോയതും, ഈ ഉമ്മ ഇതുവരെ താരാട്ട് പാടിയതും, ഈ ഉമ്മ ഇതുവരെ പോറ്റി വളർത്തിയതും, ആ ഉമ്മ ചെറുപ്പത്തിൽ ഈ കുട്ടിയെ വളർത്തിയതും ഒന്നും ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരു പെണ്ണിനെ പോയി കണ്ട് അതിലങ്ങ് ആകർഷിച്ചു പോയപ്പോ പിന്നെ ഇവനൊന്നും തന്നെ വില തോന്നുന്നില്ല.
അതേ സഹോദരന്മാരെ, മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത നിലക്ക് ബാപ്പമാർ അതേ സമയത്ത് സ്വന്തം ഉമ്മയെ സ്വന്തം ബാപ്പ തല്ലുന്നു. കാരണം എന്താണ്? കാരണം ബാപ്പയ്ക്ക് കുറെ മക്കളായതിനു ശേഷം ബാപ്പ ഇപ്പോൾ അന്യപെണ്ണിനെയും തേടി നടക്കുകയാണ്. പ്രായം ചെന്ന് താടിയും തലയും നരച്ചതിന് ശേഷവും ഇവനിതാ അന്യപെണ്ണിനെയും നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ശൈഖുൻ സാനിൻ, വ്യഭിചാരം നടത്തുന്ന ചില കിളവന്മാരുണ്ട്. വ്യഭിചാരം നടത്തുന്ന കിളവന്മാർ, ആ കിഴവന്മാരിൽ അയുക്കല്ലിമുഹുമുല്ലാഹ്, അല്ലാഹ് അവരോട് മിണ്ടൂല. വലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷയാണ്. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹ് അവരിലേക്ക് നോക്കൂല. പ്രായം വളരെ കൂടുതലായി വലിയ മക്കളായതിനു ശേഷവും മറ്റൊരു പുരുഷനുമായി മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തി സ്വന്തം ഉമ്മയെ ചവിട്ടുകയും വേദനിപ്പിക്കുകയും സ്വന്തം ഉമ്മയെ ആക്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച മക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ബാപ്പമാർ. അങ്ങനെ ബാപ്പയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം, മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം, ഭാര്യയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം. മറുഭാഗത്ത് നമ്മൾ കാണുന്നതോ സുബ്ഹാനല്ലാഹ്, ഭർത്താവ് പോയിട്ട് 2-3 വർഷമായി, അല്ലേ 4-5 വർഷമായി ഒരന്യപുരുഷനെ ഫോൺ ചെയ്തിട്ടില്ല. ഒരന്യപുരുഷൻ ഫോൺ ചെയ്താൽ അനാവശ്യത്തിനാണെങ്കിൽ എടുക്കുകയില്ല. ഒരു സീരിയലും കാണാനിരുന്നിട്ടില്ല. ഒരു സിനിമക്കും പോയിട്ടില്ല. പടച്ച റബ്ബേ, എനിക്ക് 5 നേരം നിസ്കരിച്ച് എന്റെ മക്കളൊക്കെ ഒന്ന് നന്നായി കണ്ട് ഈമാനോടെ മരിച്ച് എന്റെ ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് മനസ്സിൽ ആശിച്ചു നിൽക്കുന്ന സ്ത്രീ ഈ ഭർത്താവിനെയും കാത്ത് മാസങ്ങളോളം കൊല്ലങ്ങളോളം നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വിദേശത്തെത്തിയിട്ട് ജോലി ചെയ്യുന്നതിനിടയ്ക്കൊരു ഫിലിപ്പൈനി പെണ്ണിനെ കണ്ടാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ, ആ പെണ്ണിന്റെ പോലെ ഒരു ഉളുപ്പുമില്ലാതെ ആ പെണ്ണിന്റെ കൂടെ പോയിട്ട് സ്വന്തം ഭാര്യ മനസ്സ് വേദനിച്ചിങ്ങനെ ഉരുകുന്നു. അയൽവാസികൾ വിളിച്ചിങ്ങനെ പറയുന്നു, ബന്ധപ്പെട്ടവർ വിളിച്ചിങ്ങനെ പറയുന്നു. ഈ പെണ്ണ് മനസ്സിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരൽപ്പവും ആ ഭാര്യയോട് നീതി കാണിക്കാത്ത ഭർത്താക്കന്മാർ. അല്ലേ സഹോദരന്മാരെ ലോകത്തിന്റെ സ്ഥിതി? സുബ്ഹാനല്ലാഹ്, എന്റെ അനുയായികളൊക്കെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് നേതാവ് മനസ്സിലാക്കി അനുയായികളെ വിശ്വസിച്ച് മൂപ്പരൊരു കാര്യം ഒരു ഉദ്യോഗസ്ഥനോടോ ഒരു സ്ഥലത്ത് വെച്ചോ ഒരു ജാമ്യത്തിനെടുക്കുമ്പോഴോ ഏറ്റെടുത്താൽ ആ നേതാക്കന്മാര് പറയുന്നത് ഒന്നും പുല്ല് വില വെക്കാതെ ഞങ്ങൾ എന്ത് തോന്നിവാസവും ചെയ്യുമെന്ന് പറഞ്ഞിറങ്ങുന്ന അനുയായികൾ ലോകത്ത് നിറയുന്ന കാലം. അതുപോലെ അനുയായികൾ ഈ നേതാവ് വഞ്ചിക്കുകയില്ലെന്ന് മനസ്സിലാക്കി നേതാക്കളുടെ പിന്നാലെ അടിയുറച്ച് നീങ്ങുമ്പോ പെട്ടെന്നത് അനുയായികളെയും വിട്ടിട്ട് അവൻ വേറെ പാർട്ടി ഉണ്ടാക്കി, അവൻ വേറെ തരീഖത്തിലേക്ക് പോയി, അല്ലെങ്കിൽ വേറെ വിഷയത്തിലേക്ക് നീങ്ങി. ഇങ്ങനെ അനുയായികളെ മുഴുവനും വഞ്ചിക്കുന്ന നേതാക്കന്മാരുള്ള ലോകം. എവിടെയാണ് സഹോദരന്മാരെ അമാനത്ത് കാണുന്നത്? നല്ല വിശ്വാസ്യനായി നമ്മൾ കണ്ടു. അങ്ങനെ കണ്ടതിന്റെ പേരിൽ വലിയൊരു തുക ബിസിനസ്സിന് ഷെയർ ചേരാൻ വേണ്ടി കൊടുത്തു. ബിസിനസ്സിന് ഷെയർ ചേർന്നു. പിന്നെയോ കാലം കഴിഞ്ഞു. കുറെ ആളുകളോട് ഇങ്ങനെ ബിസിനസ്സിന് പണം വാങ്ങിയതാണ്. ബിസിനസ് ജോറായിട്ടങ്ങ് നടക്കുകയാണ്. പക്ഷേ കണക്കൊരു മാസം കഴിയുമ്പോൾ എത്തിക്കുമെന്ന് പറഞ്ഞതാണ്, 3 മാസം കഴിയുമ്പോൾ എത്തിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ സ്ഥാപനത്തിൽ ചെന്ന് ചോദിച്ചു നോക്കുമ്പോ പണം വാങ്ങിയവനെ കാണുന്നില്ല, അവൻ രാജിവെച്ച് പോയി എന്നാ പറയുന്നത്. പിന്നെയോ കണക്കൊന്നും കിട്ടുന്നില്ല, ലാഭത്തിന്റെ വിഹിതമൊന്നും കാണുന്നില്ല, ഇതിന്റെ കണക്കൊന്നും നോക്കുന്നതും കാണുന്നില്ല. അങ്ങനെയുള്ള എത്രയോ ഷെയർ ബിസിനസ്സുകാരുള്ള കാലം. സുബ്ഹാനല്ലാഹ്, എവിടെ നോക്കിയാലും വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന കാലം. പലപ്പോഴും പ്രവർത്തിക്കുന്ന സംഘടനകൾ ബിസിനസ്സിൽ പണം കിട്ടാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന കാലം. പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഏതെങ്കിലും ഒരു തലപ്പത്തിയിരുന്നിട്ട് ആ തലപ്പത്തിരുന്ന സ്ഥാനം ഉപയോഗപ്പെടുത്തി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ബിസിനസ്സിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് പിന്നെ നോക്കിയാൽ ആളെ കാണുന്നില്ല. പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ ഉസ്താദേ, നമ്മളെ സംഘടനയിലുള്ള ഇന്നൊരാളെ കയ്യിൽ ഞാൻ 10 ലക്ഷം കൊടുത്തിരുന്നു, ഇപ്പൊ ഒരു പിടിയുമില്ല. കൊടുക്കുമ്പോ ഉസ്താദിനോട് ചോദിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കിട്ടാതിരിക്കുമ്പോഴാ ഉസ്താദിനെ കാണാൻ വന്നത്. കൊടുക്കുമ്പോഴൊന്ന് ചോദിച്ചുകൂടായിരുന്നോ? സഹോദരന്മാരെ, ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകം. സുബ്ഹാനല്ലാഹ്, റമളാനിലും അല്ലാത്ത സമയത്തൊക്കെ നല്ല തലപ്പാവും ധരിച്ച് താടിയും വെച്ച് നല്ല നിലക്ക് അതാ പിരിവിന് വരുന്ന ചില പിരിവുകാര്, സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ മുസ്ലിമീങ്ങൾ തന്നെയല്ല, ചിലപ്പോൾ മുഅ്മിനീങ്ങൾ തന്നെയല്ല, ഭയങ്കരമായിട്ട് സങ്കടം പറയുന്നവര്.
എന്തെല്ലാം ലോകമാണ് സുബ്ഹാനല്ലാഹ്. ഇന്നാളൊരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായി പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരാള് കയ്യും കാലൊക്കെ കുഴഞ്ഞ് നടക്കാനൊന്നും കഴിയാതെ വളരെ വിഷമിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കിട്ട് വന്ന് അടുത്ത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു അറബി പറഞ്ഞു, വരുന്നുണ്ട് ഞങ്ങൾ വെട്ടെ അടുത്തിങ്ങെത്തിയപ്പോ ഇയാളോട് നിൽക്കവിടെ എന്ന് പറഞ്ഞു. ഇയാൾ ഫോണിങ് എടുത്ത് CID വിളിക്കാനാണ്. CID വിളിക്കാൻ വിചാരിച്ചില്ല, ഇയാളെ കോലം തിരിയാൻ വേണ്ടിയാണ്. അറബി എടുത്ത് CID വിളിക്കാൻ വേണ്ടി ഫോണിങ് എടുത്ത് ഹലോ എന്ന് പറയുമ്പോഴേക്ക് ഇയാൾ ഒരൊറ്റ ഓട്ടം, ഇങ്ങോട്ട് വന്ന ഒരു കോലമില്ല. എന്താ ഓട്ടം, ഒരൊറ്റ ഓട്ടം. എന്താണ് സുബ്ഹാനല്ലാഹ്, നേരത്തെ വന്ന് വളരെ കുഴഞ്ഞിട്ട്. ഇങ്ങനെയുള്ള കാലം, ഇങ്ങനെയുള്ള ലോകം. അതല്ലേ ഇദാ ളുയ്യത്തിൽ അമാനത്തു ഫന്തദിരി സഅ, ഖിയാമം ഞങ്ങൾ പ്രതീക്ഷിച്ചു. വിശ്വാസ്യത പാഴാക്കപ്പെടുന്ന കാലം. ഇനി സഹോദരന്മാരെ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാര് പഠിച്ചത് ജനങ്ങൾക്ക് ഹക്കായി മനസ്സിലാക്കി കൊടുക്കണം. പോരാ, മസ്ലഹത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ പറയണം. ഇതിലിടക്കൊരു കാര്യം പറയാണ്, സിറാജുൽ ഹുദയുടെ കലണ്ടർ കിട്ടിയിട്ടില്ലാത്ത എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. അതിപ്പോ കലണ്ടർ കൊടുത്താൽ നിങ്ങൾ 10 റുപ്യാണ് കൊടുക്കുക, 5-8 റുപ്യേന് മുതലുണ്ടാവും. അത് ലാഭം എടുക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല, അതൊരു പ്രചരണമാണ്. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങും. മറ്റൊന്ന്, നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് കൊടുത്തയക്കും. നല്ല ഇഖ്ലാസോടെ ഇപ്പോൾ കയ്യിലുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ദാറുൽ ഹുദയുടെ മതിൽ കെട്ടാൻ വേണ്ടി എല്ലാവരും പരമാവധി സഹായം കൊടുത്തേക്കും. ഇപ്പോൾ കയ്യിലില്ലാത്തവർ സന്ധ്യവാദത്തിൽ നിന്ന് പിന്നീട് എത്തിച്ചു തരണം. അള്ളാഹു അതിന് കഴിവ് തരട്ടെ. അള്ളാഹുവാണ് തരുന്നവൻ. അള്ളാഹുവിന്റെ വസീലക്കെഴുതി കൊടുക്കണം. അപ്പോൾ അള്ളാഹു പകരം ദുനിയാവിലും ആഖിറത്തിലും തരും. കൊടുക്കുന്നവർ, അവർക്ക് അള്ളാഹു തആല ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുകയില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്, യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്. പലിശ മുതൽ അള്ളാഹു നശിപ്പിച്ചു കളയും, മയച്ചു കളയുമത്. പലിശ മുതൽ നമ്മൾ കാണുന്നില്ലേ, അമേരിക്കക്ക് സാമ്പത്തിക ഭാഗ്യം, വലിയ വലിയ ബിസിനസ്സുകൾക്കൊക്കെ സാമ്പത്തിക ഭാഗ്യം. ബാങ്കിലൊന്നും പൈസ ഇല്ല. ബാങ്കിൽ നിന്ന് പൈസ ഇരുമ്പരിച്ചതാ. പലിശ കച്ചവടം ഏത് ബാങ്കിൽ നടന്നോ, എവിടെ നടന്നോ പലിശ, പലിശ മുതൽ ഇന്ന് അള്ളാഹ് നേരത്തെ പറഞ്ഞതാണ്, പോയ വഴി കാണൂല. യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്. ധർമ്മം ചെയ്യുന്ന മുതൽ അതിനെ അള്ളാഹു വളർത്തും. അത് റബ്ബിന്റെ വാഗ്ദത്തമാണ്. നല്ല ഇഖ്ലാസോടെ കൊടുക്കണം. കൊടുക്കുമ്പോ വല്ലദീന യൂതൂന മാ അതവ ഖുലൂബുഹും വജില, ഞാൻ ഈ കൊടുക്കുന്നത് അള്ളാഹു സ്വീകരിച്ചു കിട്ടണം. അള്ളാഹ് സ്വീകരിച്ചെങ്കിലേ എനിക്ക് ഫലമുള്ളൂ എന്ന നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊടുക്കണം. ഞാൻ വലിയ കൊടുത്തിക്കാരനാന്ന് വിചാരിച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുപോലെ വന്ന ആളുടെ ഭൗതികമായ യോഗ്യത കണക്കിലെടുത്തിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ പണം നഷ്ടപ്പെടുത്തലാണ്. നേരെ മറിച്ച് അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന നിലക്ക് അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലതിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. എല്ലാവരും പരമാവധി സഹകരിക്കണം എന്നുണർത്തുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ ഈ സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ പള്ളി നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ഥലത്തിന് ഒരാൾ 15 ലക്ഷം രൂപയോളം അതിന്റെ സ്ഥലത്തിന് വാഗ്ദത്തം ചെയ്തിരുന്നു. അദ്ദേഹം ഏകദേശം തന്നിട്ടുണ്ട്. കുറച്ചു സംഖ്യ കൂടി തരാനുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്, അത് ഈ അടുത്ത് തരാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ബാക്കി സ്ഥലങ്ങളും എന്നോട് ചേർന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ക്വയർ ഫീറ്റ് നിങ്ങളൊക്കെ പൈസ തരണമെന്ന് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു. പലരും തന്നു. അതിൽ 100 സ്ക്വയർ ഫീറ്റ് തന്നവരുണ്ട്, ഒറ്റ സ്ക്വയർ ഫീറ്റ് തന്നവരുണ്ട്, 200 തന്നവരുണ്ട്, പലരും ഉണ്ട്. അൽഹംദുലില്ലാഹ്, ആ സ്ഥലത്ത് നമുക്കൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ, അവിടെ ഉള്ള ആ സ്ഥലം, അവിടെ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ, ഇവിടെ പെട്ടെന്ന് ബിൽഡിംഗ് നിർമ്മിക്കുന്നില്ല, ഇവിടെ നമുക്ക് വയൽ പറയണം, ഇവിടെ നമുക്ക് പള്ളിയിൽ വരുന്നവർക്ക് വാഹനം നിർത്തണം. അതേ സമയത്ത് അവിടെ ബിൽഡിംഗ് നിർമ്മിക്കാൻ നമ്മുടെ ദമാമിലെ കമ്മിറ്റിക്കാർ ഇൻഷാ അല്ലാഹ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നിങ്ങളെപ്പോലത്തവരോട് പിരിവെടുത്തിട്ട് സഹായിക്കുന്നതാണ്, അല്ലാതെ കമ്മിറ്റിന്റെ പ്രവർത്തകന്മാർക്ക് പാവപ്പെട്ടവരായിരിക്കും. അല്ലാഹു അവർക്ക് അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊന്നും വെറുതെ ആവില്ല, സദഖ ജാരിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കും എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ദേവ കോളേജിലെ വിദ്യാർത്ഥികൾ, ദേവ കോളേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ MA എടുക്കുന്നതോടുകൂടി തന്നെ സഖാഫി ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ ബിരുദം എടുക്കുന്ന വളരെ കൂടുതൽ
ശ്രദ്ധിച്ച് ശ്രമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് അങ്ങനെ നടത്തുന്ന സ്ഥാപനമാണ് ദേവാ കോളേജ്. ആ ദേവാ കോളേജിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് മിഷ്കാത്തും തഫ്സീറുൽ ജലാലൈനിയും ഓതുന്നു, മറ്റൊരു ഭാഗത്ത് BA ഒക്കെ പഠിക്കുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ +2 +1 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ ഫത്ഹുൽ മുനോദ് ഇന്ന് നേരം എടുത്തതിന് ശേഷം ഞാൻ ആ കുട്ടികൾക്ക് ഫത്ഹുൽ മുനോദ് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു മാഷ ക്ലാസ്സിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അവർക്ക് മിഷ്കാത്ത് ഓതി കൊടുത്തിട്ടുണ്ട്. ശേഷം അവർ വേറെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉസ്താദ്മാർ പലരും ഓതി കൊടുക്കുന്നുണ്ട്. അതുപോലെ പഠിപ്പിക്കപ്പെടുന്ന ദേവാ കോളേജിലെ വിദ്യാർത്ഥികൾ വെളിച്ചം എന്ന പേരിൽ ഒരു സാമ്പത്തിക വിഷയങ്ങൾ സ്പെഷ്യലായി ഒരു അവരുടെ ഒരു ചെറിയ ഒരു കൃതി അവർ പുറത്തിറക്കിയിരുന്നു. അതിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളത് വാങ്ങണം, അവർക്ക് പ്രചോദനം നൽകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക, എവിടെയും അമാനത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഏത് രംഗത്ത് നോക്കിയാലും വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നേരത്തെ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണ്ഡിതന്മാരുടെ അമാനത്തും അഹദും. ജൂത പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു കൊടുത്ത ഇൽമ് അവര് മറച്ചുവെച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർക്കുള്ള ഇൽമ് മറച്ചുവെച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി ജൂത പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, നബിയാണ് എന്നവർക്ക് വ്യക്തമായ അറിവുണ്ടായിട്ടും ഖുർആൻ സത്യമാണെന്ന് മനസ്സിലായിട്ടും അവരാ സത്യം മൂടിവെച്ചു. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ അവരെ എത്ര ശക്തിയായിട്ടാണ് വിമർശിച്ചത്. ഇതുപോലെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പലിശ വാങ്ങിയപ്പോൾ അവരത് അനുവദിച്ചു കൊടുത്തു, കൈക്കൂലി വാങ്ങിയപ്പോൾ അനുവദിച്ചു കൊടുത്തു. അല്ലാഹ് ചോദിക്കുന്ന ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത ലബിസ മാ കാനൂ യസ്നഊൻ. പലിശക്കെതിരെ സംസാരിക്കാതെ, അതുപോലെ കൈക്കൂലിക്കെതിരെ സംസാരിക്കാതെ, ഹറാമിനെതിരെ സംസാരിക്കാതെ ആ ജൂത പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചത് വളരെ മോശമായി പോയി. അവർക്കൊന്ന് വിരോധിക്കേണ്ട കാര്യങ്ങൾ വിരോധിച്ചു കൂടായിരുന്നോ? അല്ലാഹു ഗൗരവത്തോടെ ചോദിക്കുകയാണ്. എന്നിട്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആല യഹൂദികളിലും ക്രിസ്ത്യാനികളിലുമുള്ള പണ്ഡിതന്മാരെ ആക്ഷേപിച്ചത് സത്യം തുറന്നു പറയാത്തതിന്റെ പേരിലാണ്. സഹോദരന്മാരെ, എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സത്യം, ആ സത്യം മനസ്സിലാക്കി ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജീവിതം മുഴുക്കെ സമർപ്പിച്ചവരാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അതുപോലെ ജീവിതം സമർപ്പിച്ചവരാണ് ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഇമാമിങ്ങൾ. ജീവിതം മുഴുക്കെ അതിനുവേണ്ടി സമർപ്പിച്ചവരാണ് ഖുർആൻ വ്യാഖ്യാതാക്കളായ മുഫസ്സിറുകൾ. ജീവിതം മുഴുക്കെ അതിനുവേണ്ടി സമർപ്പിച്ചവരാണ് നമുക്ക് വിശ്വാസപരമായ വിഷയങ്ങൾ പഠിപ്പിച്ചു തന്ന അഖീദയുടെ ഉലമാക്കൾ. ഇതുപോലെ തുടങ്ങിയിട്ട് പല രംഗത്തും പല പണ്ഡിതന്മാരുമുണ്ട്. അവരെ ജീവിതം അവർ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിച്ചു. അതിനവരെത്രയോ ഉറക്കമൊഴിച്ചു, അതിനെത്രയോ പട്ടിണി കിടന്നു. നമ്മളെ കാലം പോലെ ഇതുപോലെ അതാ ധാരാളം ട്യൂബുകൾ കത്തുന്ന കാലമല്ല, ഇലക്ട്രിക് ലൈറ്റുകളുടെ കാലമല്ല. അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു നീണ്ട സമയം ഇരുന്നിങ്ങനെ കിതാബ് എഴുതുമ്പോ അതാ ബഹുമാനപ്പെട്ടവരുടെ മുന്നിലുള്ള വിളക്കണഞ്ഞു പോയപ്പോൾ വലിയ സങ്കടമായി പോയി. എനിക്കിത് എഴുതി തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന്റെ വിരലിൽ നിന്ന് കറാമത്തിന്റെ പ്രകാശം ലഭിക്കുന്നു. ഇതേ സംഭവം ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായപ്പോ തൊട്ടടുത്തുള്ള മരത്തിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നു. കാരണം നമ്മളെപ്പോലെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്നവർ ഗ്രന്ഥം എഴുതുകയല്ലേ, അവര് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയല്ലേ, ജനങ്ങളുടെ സന്മാർഗത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയല്ലേ. ആ മഹാന്മാർ എന്തൊരു വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന മഹാന്മാർ!
അവരെപ്പോലെ വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന ആരെങ്കിലുമുണ്ടോ? നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാനായ ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആരുടെ മുഖത്ത് നോക്കിയും കാര്യമങ്ങ് പറയലാണ്. ശുറൈഹുൽ ഖാദി തങ്ങളെ മുന്നിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കുതിരയെ വാങ്ങിയിട്ടുണ്ട്. ആ കുതിരപ്പുറത്ത് ബഹുമാനപ്പെട്ടവർ കുറച്ചകലയോളം പോയപ്പോ കുതിരയുടെ കാലിന് മുടന്ത് കണ്ടു. മഹാനായ ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അതാ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് വരാൻ കാരണമായത് അങ്ങനെയാണ്. കുതിരയുടെ കാലിന് മുടന്ത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കുതിരയെ തിരിച്ചു കൊണ്ടുവന്നു. കുതിരയെ വിറ്റ ഒരു നാടൻ അയറാബിയുണ്ട്, ഒരു ഗ്രാമീണനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇതാ നിങ്ങളുടെ കുതിരയ്ക്ക് മുടന്തുണ്ട്, അതുകൊണ്ട് എന്റെ ക്യാഷ് തിരിച്ചു തരണം, നിങ്ങൾ ഈ കുതിരയെ തിരിച്ചെടുക്കണം. ഈ അയറാബി പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബേ, ഞാൻ നിങ്ങൾക്ക് കുതിരനെ വിൽക്കുമ്പോ മുടന്തൊന്നുമില്ല, ഞാൻ എ ക്ലാസ് കുതിരനെയാ തന്ന്, ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയിട്ട് കുറച്ച് ഓടിച്ചിട്ട് ഇപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ കേടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാല് എന്റെ അടുത്ത് പൈസ ഇട്ടൂല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെന്താ ചെയ്യാ? നമ്മളൊരു പണ്ഡിതനെ സമീപിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ നോക്കുക. അത് നല്ല അഭിപ്രായ, നമ്മൾ പോവാ. ആരെടുത്താ പോകുന്നത്? നമ്മൾ സുറൈഹിന്റെ അടുത്ത് പോവാ, നല്ലൊരു പണ്ഡിതനാണ്, ആയിക്കോട്ടെ സുറൈഹിന്റെ അടുത്ത് പോവാ. സുറൈഹുൽ ഖാദിയുടെ സമീപത്ത് ചെന്നു. സുറൈഹുൽ ഖാദി തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇയാളോട് കുതിര വാങ്ങി, പൈസയും കൊടുത്ത് വാങ്ങിയതാ. കുതിരപ്പുറത്ത് കയറി കുറച്ചങ്ങോട്ട് എത്തിയോക്കുമ്പോ കുതിരന്റെ കാലിന് മുടന്ത് കണ്ടു, ഞാൻ മടക്കി കൊണ്ടുപോയിട്ട് ഇതങ്ങ് തിരിച്ചെടുക്കേണ്ട, പൈസയും കയറണമെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞപ്പോ ഇയാൾ തരുന്നില്ല. ശരി തന്നെ, അതെ സുറൈഹുൽ ഖാദി മറ്റാൾ പറഞ്ഞത് ശരി തന്നെ, ശരി തന്നെ, ഞാൻ കൊടുക്കൂല, ഞാൻ കൊടുക്കണമെങ്കിൽ എനിക്ക് എന്റെ കുതിര കൊടുക്കുമ്പോൾ മുടന്നില്ല, ഇപ്പൊ മുടന്നുള്ള കുതിരനെ ഉടത്തരുത്, ഞാൻ കൊടുക്കൂല. സുറൈഹുൽ ഖാദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ ആ വാങ്ങിയ കുതിരയെ വാങ്ങിയതുപോലെ മടക്കി കൊടുക്കുക, എന്നാ കൊടുത്ത പോലെ പണം ഞാൻ മടക്കി വാങ്ങിത്തരാം. നിങ്ങൾ വാങ്ങിയ പോലെ മടക്കി കൊടുക്കുക, കൊടുത്ത പോലെ പണം മടക്കി വാങ്ങിത്തരാം. അല്ലാതെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ മുടത്ത് നിങ്ങൾ പറയും നിങ്ങൾ എന്നെ മുടത്ത് കണ്ടിട്ടില്ല, ഇപ്പൊ കൊണ്ടുവന്നിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വിധിക്കാൻ പറ്റൂല, എനിക്കങ്ങനെ തീരുമാനം പറയാൻ പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്ത് ചെയ്തു? ഇയാള് നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് വെറുപ്പിടിച്ചോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൗലുൻ ഫസിൽ വഹുക്മുൻ അദിൽ, നീതിയുള്ള തീരുമാനം, ശരിയായ വർത്തമാനം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൂഫാ രാജ്യത്തിന്റെ ഖാദിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളെ ഖാദിയാക്കാൻ പറ്റും. ആളെ വലിപ്പം നോക്കി പറയുന്ന ആളല്ല, പക്ഷം പിടിക്കുന്ന ആളല്ല. അമാനത്താണ് സഹോദരന്മാരെ. എത്ര അടുത്തവനാണെങ്കിലും ശരി, എത്ര വലിയ മഹാനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, പഠിച്ചതുപോലെ പറയണം. ഇനി നിങ്ങൾ കണ്ടോ, അപ്പൊ അതിന് വെറുപ്പ് പിടിക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറുപ്പില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ തീരുമാനം പൂർണ്ണമായി അംഗീകരിച്ച് അദ്ദേഹത്തെ കൂഫയിലെ ഖാദിയാക്കുകയാണ്.